ബാർകോഴ കേസുമായി ബന്ധപ്പെട്ട വിജിലൻസ് കോടതി വിധി ഏതായാലും രാഷ്ട്രീയ കേരളം സജീവമായി തന്നെ ചർച്ച ചെയ്യുകയാണ്. അതിന്റെ അലയൊലികൾ കെട്ടടങ്ങുന്നില്ല. വിജിലൻസ് ഹൈക്കോടതിയെ സമീപിക്കുക എന്ന നിലപാടിൽ നിന്ന് മാറി രാവിലെ AG മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഉപദേശം നേരിട്ട് സർക്കാർ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുക എന്ന് തന്നെയാണ്. അത് പ്രധാനമായും കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് മാണിയെ പ്രതി ചേർക്കുന്ന രീതിയിലുള്ള കോടതിയുടെ പരാമർശങ്ങൾ അതിൽ ഊന്നി തന്നെയായിരിക്കും ഹൈക്കോടതിയെ സർക്കാർ സമീപിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് കൂടി നമ്മൾ പോകുകയാണ്. അഡ്വക്കേറ്റ് പത്മകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ടായി ഇപ്പോൾ തത്സമയം. അതിൻ്റെ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ കൂടി അതിൻ്റെ ഒരു നിയമവശം കൂടി ആദ്യം തന്നെ ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, ആദ്യം വിജിലൻസ് ഡയറക്ടറുടെ രാജി അടക്കമുള്ള കാര്യങ്ങൾ അവിടെ വിജിലൻസിന് വളരെ സ്ട്രോങ് ആയി തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ AG നൽകിയിരിക്കുന്ന ഒരു ഉപദേശത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തന്നെ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ അതിൻ്റെ ഒരു നിയമസാധുതയൊക്കെ എങ്ങനെയാണ്? നിയമസാധുതയേക്കാൾ ഉപരിയായിട്ട് എന്തിനാണ് ഈ പബ്ലിക് കറപ്ഷൻ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് കൊണ്ടുവന്നത്? പൊതുസമൂഹത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായാലും പൊതു അധികാരം കൈയാളുന്ന ആളുകളായാലും സമൂഹത്തിൽ അഴിമതി നടത്തുന്നതെങ്കിൽ അത് തടയുന്നതിനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് കൊണ്ടുവന്നത്. അപ്പോൾ ആ കറപ്ഷൻ ആക്ടിൻ്റെ അന്തസ്സത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് ഗവൺമെൻറ്റിന്. ഇപ്പോൾ വിജിലൻസ് പോയാലും ഗവൺമെൻറ് പോയാലും അത് തന്നെയാണ്. അഴിമതി നടത്തിയ ഇപ്പോൾ ഈ രീതിയിലാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ വിജിലൻസ് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥനെ മാത്രമേ ഇത് ബാധിക്കുള്ളൂ. അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ നിയമമാണിത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ തലത്തിൽ ഒരു മുകളിലോട്ട് വന്ന ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ ഭരണകർത്താക്കളും പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ അഴിമതി നടത്തിയാൽ അവരെ രക്ഷപ്പെടുത്തുകയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ വിജിലൻസിൻ്റെ ജോലി എന്ന് നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും ഗവൺമെൻറ് ഇതിന് അപ്പീൽ പോകാൻ കാണില്ല. അഴിമതി പ്രഥമദൃഷ്ട്യാ അഴിമതിയുണ്ട്. ആ അഴിമതി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട കോടതി റെക്കോർഡുകൾ പരിശോധിച്ച് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ കണ്ടെത്തലുകൾ പരിശോധിച്ചതിന് ശേഷം ചില ലാക്കൂണകൾ കണ്ടുപിടിച്ചിട്ട് അതും കൂടി നിങ്ങൾ അന്വേഷിച്ച് വരും, ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് വരൂ എന്ന് പറയുമ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ പാടില്ല എന്നുള്ളതാണല്ലോ ഈ അപ്പീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പീൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന അവർ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഗവൺമെൻറ് പറയാൻ പോകുന്ന കാര്യം ഡയറക്ടർ ജനറൽ, വിജിലൻസിൻ്റെ ഡയറക്ടർ ജനറലിനെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിയന്ത്രിക്കാനും അദ്ദേഹത്തെ അന്വേഷണത്തിൽ ഇടപെടാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറയുമ്പോഴും ഫലത്തിൽ അഴിമതി നടത്തിയ പൊതുപ്രവർത്തകനായ അല്ലെങ്കിൽ മാണിയെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇത്. കേരളത്തിൽ നമ്മുടെ ഇന്ന് നിലവിലുള്ള പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ അന്തസ്സത്തക്കെതിരാണ്. അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് ഈ ഗവൺമെൻറ് ആയാലും വിജിലൻസ് ആയാലും എടുക്കാൻ പോകുന്നത്. പക്ഷേ അവിടെയും ശ്രീ പത്മകുമാർ, ഇന്നിപ്പോൾ സുധീരൻ്റെ ആയാലും ചെന്നിത്തലയുടെ ആയാലും ഒക്കെ ഒരു നിലപാട്, ഒരു ധാർമ്മികത എന്ന് പറയുന്നത് അവനവൻ്റെ വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറയുമ്പോഴൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് മാണിയുടെ രാജി എന്ന ഒരു പരോക്ഷമായ സൂചനകളാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നമ്മളുടെ ഈ നിയമങ്ങൾ അത് നൽകുന്ന ഒരു പഴുതിൻ്റെ ഒരു പ്രശ്നം കൂടിയില്ലേ? പ്രത്യേകിച്ച് വിജിലൻസിൻ്റെ ഒരു റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ആ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് വിജിലൻസ് കോടതി തന്നെയാണ്. വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ വിധത്തിൽ അല്ല, അങ്ങനെ നിയമത്തിൻ്റെ പഴുതുകൾ ഇതിൽ ധാർമ്മികത എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ധാർമ്മികമായി നമുക്ക് എടുക്കാം. പക്ഷേ ഇത് ധാർമ്മികത അർത്ഥത്തിലല്ലല്ലോ. അദ്ദേഹം പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ മന്ത്രി എന്നുള്ള നിലയിൽ നടത്തിയ പ്രവർത്തനത്തിൽ അതിന് അഴിമതി നടത്താൻ കൂട്ടുനിന്നു, അതിന് കൈക്കൂലി വാങ്ങി എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഈ ഫാക്ച്വൽ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. ആ ഫാക്ച്വൽ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഫർദർ അന്വേഷണം നടത്തിയിട്ട് മേലുദ്യോഗസ്ഥൻ്റെ കയ്യിൽ കൊടുക്കേണ്ട, നേരിട്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി എന്ന് പറയുമ്പോൾ എന്താണ് കോടതി അല്ലെങ്കിൽ പൊതുസമൂഹം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? എല്ലാവർക്കും അത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനെ സംബന്ധിച്ച് നിയമപരമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇതിനെതിരായിട്ട് ഹൈക്കോടതി പോവാം. ഹൈക്കോടതി വിധി എതിരാണെങ്കിൽ സുപ്രീം കോടതി പോവാം. സുപ്രീം കോടതിയിൽ പോയതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഫൈനൽ റിപ്പോർട്ട് ചാർജ് കൊടുക്കുകയാണെങ്കിൽ അതിനെതിരായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ പോയതുപോലെ ഡിസ്ചാർജ് പെറ്റീഷനുമായിട്ട് പോവാം. എന്നെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് പോവാം. ആ ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളിയാൽ വീണ്ടും മുകളിലോട്ട് പോവാം. അത് കഴിഞ്ഞ് ഇതെല്ലാം റെഡിയായി വന്നാൽ പോലും കുറ്റം ചാർജ് ഫ്രെയിം ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് സാങ്ഷൻ വേണം. ആ ഗവൺമെൻറ് സാങ്ഷൻ കൊടുത്തെങ്കിൽ പിന്നെ ഗവർണർ അടുത്ത് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നിൽക്കുന്നുണ്ട്. ഞാൻ തിരികെ എത്താം ശ്രീ പത്മകുമാർ. ഇപ്പോൾ ശ്രീ PC ജോർജ് നമ്മോടൊപ്പം ടെലിഫോണിൽ ചെയ്തത്. ശ്രീ PC ജോർജ്, വിജിലൻസ് നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുക എന്നതിൽ നിന്ന് മാറി ഇന്നിപ്പോൾ AG മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഉപദേശം സർക്കാരിന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാം എന്നതാണ്. സർക്കാർ തന്നെ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുകയാണ്. ശ്രീ PC ജോർജ്,
അതൊന്നും അറിയണം എനിക്ക്. അതുകൊണ്ടാ. ആരാ ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നത്? പത്മകുമാറാണ്, ശ്രീ JR പത്മകുമാറാണ്, അഡ്വക്കേറ്റ് പത്മകുമാർ. ഏത് പാർട്ടിയുടെ ആളാ അദ്ദേഹം? BJP. BJP ആണ്. അതായത് ഒരു കള്ളൻ എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു കൊടുക്കുക അദ്ദേഹം, അത് മോശമല്ലേ? അല്ല, അങ്ങനെ സാധ്യതകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി അങ്ങനെ അങ്ങ് പോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പോകുന്ന ഒരു കള്ളൻ എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ജോലി നമ്മളതാണോ? ഇത് അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ജനകീയ കോടതിയാ. ജനകീയ കോടതി മുമ്പിൽ മാണി ഉത്തരം പറയണ്ടേ? വിജിലൻസ് കേസിൽ ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് എന്താ? മാണി 25 ലക്ഷം രൂപ മേടിച്ചതിന് തെളിവുണ്ട്. മനസ്സിലായോ? തെളിവുണ്ട്. ബാക്കി കാശ് മേടിച്ചതിന്റെ തെളിവ് തുടരന്വേഷണം കണ്ടെത്തി കോടതിയിൽ ചാർജ് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുക. ഇനി ഒരുത്തരം ഔദാര്യം ഒന്നും സുകേശന് വേണ്ട. കോടതി ക്ലീൻ ഡയറക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി തുടരന്വേഷണം നടത്തി ചാർജ് ചെയ്ത് കൊടുക്കാൻ മാണി പ്രതിയാണെന്ന് കോടതി സമ്മതിച്ചിരിക്കുന്നു. കോടതി കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ ഹൈക്കോടതി പോകാമല്ലേ? ഹൈക്കോടതിയിലെ ലോ കോടതിയിൽ പോട്ടെ. പക്ഷെ വളരെ വ്യക്തമായി അതാ ഇത്രയും ചങ്കുറപ്പുള്ള നീതിബോധമുള്ള ജഡ്ജിമാര് ഈ കേരളത്തിൽ ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുക. എത്ര കോടി വരെ കൊടുക്കുമെന്ന് പറഞ്ഞ് മാണി നടന്നതാണല്ലോ. മാണി ജഡ്ജിമാരെ, ഹൈക്കോടതി ജഡ്ജിമാരെ ചാക്കറെന്ന് പറഞ്ഞപ്പോഴോ ചാക്കി കയറാത്ത ജഡ്ജിമാർക്കെന്ന് മനസ്സിലായോ മാണിക്ക്? ഇത് ഉമ്മൻചാണ്ടിയുടെ കേസിലെ തുല്യമല്ല. ആദ്യം മനസ്സിലാക്കേണ്ടതാ. ഉമ്മൻചാണ്ടിയുടെ കേസ് ഒരു മുസ്തഫ തന്നെ ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയതുപോലെ എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോയപ്പോ കോടതി തോക്കിക്കയറി വെടിവെച്ചു. അത് സുപ്രീം കോടതി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സാക്ഷി വിസ്താരത്തിൽ ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കിയാൽ ഖരീഫായ ചോദ്യം ചെയ്യാനൊന്നും ആർക്കും കഴിയില്ല. അതിന് നടക്കും. അതിന് പകരം തോക്കിനകത്ത് കയറി ഖരീഫ വെടിവെച്ചു. ഇത് അങ്ങനെയല്ല. തോക്ക് കൊണ്ട് തന്നെ വെടിവെച്ചിരിക്കുക. നീതിബോധവും ജുഡീഷ്യറി അനുസരിച്ച് സുപ്രീം കോടതിയുടെ വിധിയുടെയും പിൻബലത്തോടുകൂടി മാണി കുറ്റക്കാരനാണെന്ന്, മാണി കൈക്കൂലി മേടിച്ചു എന്നുള്ള അന്വേഷണം റിപ്പോർട്ട് ശരിയാണെന്ന് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി കണ്ടെത്തിയിരിക്കുക. അതുകൊണ്ടാണല്ലോ വിജിലൻസ് ഡയറക്ടറെ രാജിവെച്ച് സ്ഥലം വിട്ടത്. എന്താ അങ്ങനെ അവിടെ ഇരിക്കാതിരുന്നേ? ADGP കോഴിക്കോട് പറഞ്ഞ എന്താ? ഇതിന് FIR എടുക്കാൻ ഉത്തരവിട്ട ADGP പറഞ്ഞ ദൈവം ഉണ്ടെന്ന് തെളിഞ്ഞെന്ന സത്യം പുറത്തു വന്നെന്ന്. അപ്പൊ അങ്ങേർക്കും ബോധ്യമുണ്ട് മാണി കാശ് മേടിച്ചെന്ന് തെളിവുണ്ട്. ആ നിലയ്ക്ക് ഇനി എത്തിയിട്ടുണ്ടെന്ന് അപ്പിമുഖം. പക്ഷെ മാണി രാജിവെക്കണം. മാണി രാജിവെക്കാൻ മാത്രമല്ല, മാണിയുടെ പാർട്ടിക്ക് അത് വലിയ പ്രശ്നങ്ങളുണ്ട്. മാണിക്ക് വേണ്ടിയും മാണിയുടെ മകന് വേണ്ടിയും ഈ മകനും ചേർന്നുണ്ടാക്കുന്ന കോടികൾ സമ്പാദ്യത്തിന് വേണ്ടിയും കേരള കോൺഗ്രസ് പാർട്ടിയെയും കർഷകരെയും വഞ്ചിച്ച് മാണി മുമ്പോട്ട് പോവാണ്. ഇന്നിപ്പോ ഇടുക്കിയിലുള്ള പൊതുപരിപാടികളൊക്കെ റദ്ദാക്കിയിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. ഇടുക്കിയിലെ മാത്രമല്ല, മാണിക്ക് ഒരു പ്രോഗ്രാം ഇനിയും നടക്കില്ല. ഞാൻ ആലോചിക്കും, ഇന്നലെ മാണിയുടെ സ്ഥാനാർത്ഥി പര്യടനം വെച്ചു. ഒരു മനുഷ്യൻ കേൾക്കാൻ വന്നില്ല. സ്ഥാനാർത്ഥി ഇങ്ങനെ കാശുണ്ടല്ലോ, വലിയ സിംഹാസനത്തിൽ ഇരുന്ന് മുക്കുക, ഒരു പട്ടി കുറുക്കം പോലും ഇല്ല തിരിഞ്ഞു കേൾക്കാൻ. നാണം കെട്ട യാത്ര. AK ആന്റണിക്ക് ഇന്നലെ കണ്ണൂരുണ്ടായ അനുഭവം എന്താ? ഇങ്ങനെ മിണ്ടാൻ പറ്റിയോ? ഈ രാജ്യത്ത് UDF സംസ്കാരത്തെയും കോൺഗ്രസെയും ഉൾപ്പെടെ ഉമ്മൻചാണ്ടിയും മാണിയും കൂടെ വിറ്റ് കാശാക്കുക. കോൺഗ്രസ് പ്രവർത്തകർ എന്താ ഇതറിയാത്തത്? എനിക്ക് മനസ്സിലായില്ല. കോൺഗ്രസ് പ്രവർത്തകർ ഉത്തരവാദിത്വം വെക്കണ്ടേ? മനസ്സിലായില്ലേ? പക്ഷെ അവിടെയും ശ്രീ PC ജോർജ്, സുധീരനായാലും ചെന്നിത്തലയായാലും ഒക്കെ ഒരു ധാർമ്മികതയുടെ സൂചനകളൊക്കെ നൽകിക്കൊണ്ട് ഒരു പരോക്ഷമായ രാജ്യ ആവശ്യമെന്ന രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴും പൂർണ്ണ പിന്തുണ ഉമ്മൻചാണ്ടിയിൽ നിന്നുമുണ്ട്. അതാണ് ഇന്ന് തിരക്കിട്ട് ആലുവ പാലസിൽ പോയി AG മുഖ്യമന്ത്രി കാണുന്നു, നേരിട്ട് സർക്കാർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു, ആ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങുന്നത്. ഇപ്പോഴും പൂർണ്ണ പിന്തുണ, മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ മാണിക്കുണ്ട്. അത് മനസ്സിലാക്കേണ്ട കാര്യം, മഹാനായ AK ആന്റണി കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ മാണിയും ഉമ്മൻചാണ്ടിയും കൂടെ കൊള്ളസംഘം രൂപീകരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ കോൺഗ്രസിനെതിരാകുന്നു എന്ന് പറഞ്ഞ് AK ആന്റണി ഇവിടുന്ന് നാട് കടത്തുകയായിരുന്നു. മനസ്സിലായോ? ആ നാട് കടത്തപ്പെട്ട AK ആന്റണി ഡൽഹിയിൽ പോയതുകൊണ്ട് മന്ത്രി ആയതുകൊണ്ട് പിടിച്ചു തന്നു. ഗ്രൂപ്പിനെ എന്നിട്ട് ഹൈജാക്ക് ചെയ്ത് ഉമ്മൻചാണ്ടി എടുത്തു. ഉമ്മൻചാണ്ടി ആ ഹൈജാക്ക് ചെയ്ത് ഒരുപറ്റം കൊള്ളസംഘം, പെണ്ണുപിടിയന്മാരും കൈക്കൂലിക്കാരും മാത്രം ഉള്ള ഒരു സംഘം, ആ സംഘത്തിന്റെ കയ്യിലാണ് ഇപ്പൊ കേരള ഭരണം. ഉമ്മൻചാണ്ടിയും മാണിയാണ് അതിന്. മാണിയുടെ മകന് പെണ്ണ് കൊടുത്തു, മാണിക്ക് കാശ് മേടിയിലും. മാണിയുടെ സ്വത്തൊരു 15,000 കോടിക്ക് മുകളിൽ വരും. ഉമ്മൻചാണ്ടിയുടെ എത്ര വരുന്നു ഉമ്മൻചാണ്ടിക്ക് ഒരു കണക്കൂട്ടാൻ അറിയത്തില്ല. അറിയാവോ? ഉമ്മൻചാണ്ടിയുടെ ഞാൻ പിള്ളേരെ കുറ്റപ്പെടുന്നില്ല, എനിക്ക് ആ കുഞ്ഞുങ്ങളൊക്കെ സ്നേഹമായിട്ട് ബാക്കി പറയുന്നില്ല. ആ നിലയ്ക്ക് ഇപ്പോ ഇത് വലിയൊരു കൊള്ളസംഘമാണ്. ഈ കൊള്ളസംഘത്തിൽ പോകാൻ കഴിയില്ല. കോൺഗ്രസ് പ്രവർത്തകർ സുധീരൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിശാല ഐ ഗ്രൂപ്പോടുള്ള വൈരാഗ്യത്തിന് വല്ല വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സുധീരനും ഈ കൊള്ളസംഘത്തിന് കൂട്ടുനിന്ന് കൊടുക്കുക, അതാണ് സത്യം.
പക്ഷെ കോൺഗ്രസ് പ്രവർത്തകർ നിരാശരാണ്. ഈ പാലായിലെ കോൺഗ്രസ് പ്രവർത്തകരോട് ചോദിക്കും, അവർ നിരാശരാ. മാണി സെറ്റും ചേർന്നുകൊണ്ട് കൊള്ളസംഘടിപ്പിക്കുക, കോൺഗ്രസിനകത്തൊരു ഭാഗത്തെ കൊള്ളസംഘമാക്കി മാറ്റിയിരിക്കുക മാണി. നേരത്തെ മാന്യതയോണ്ടായിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ നേതാക്കന്മാരെ പോലും പണക്കൊതിയന്മാരും പെണ്ണുകൊതിയന്മാരും ആക്കി മാറ്റതിൽ മാണിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്, നിഷേധിക്കാൻ പറ്റില്ല. എത്രയോ ക്രൂരമായ നടപടിയാ ഇവിടെ പക്ഷേ കോൺഗ്രസ്. ശ്രീ പി സി ജോർജ്, അതിനൊക്കെ ഉള്ളൊരു മറുപടി ആകും 2-ാം തീയതിയും നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് കരുതുന്നുണ്ടോ? 2-ാം തീയതി നടക്കാൻ പോകുന്ന 2-ാം തീയതി 5-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഒരു സംശയമില്ല, ഇടതുപക്ഷ ജനാധിപത്യത്തിൽ എനിക്ക് മുന്നേറ്റം ഉണ്ടാവും. കാരണം ഈ ഉമ്മൻചാണ്ടി മാണി കൊള്ള സംഘത്തെ പറ്റി ജനം ബോധവാന്മാരാണ്. അതുകൊണ്ട് സ്വാഭാവികമായി തിരിച്ചടി മേടിക്കും, ഒരു സംശയം വേണ്ട. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയം. പക്ഷെ ഇന്നിപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഒരു താൽക്കാലിക ആശ്വാസം നേടാമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും മാണിക്കും ഉമ്മൻചാണ്ടിക്കുമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മാണി ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാണിയുടെ കമ്മിറ്റിയിൽ വിജിലൻസ് കേസ് അപകടമാവുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, ഓയ് ഹൈക്കോടതി ഇവിടെ ഇല്ലെന്ന് ചോദിച്ചു. അതിന്റെ അർത്ഥം വിജിലൻസ് കോടതി ജഡ്ജിയെ ചാക്കിടാൻ നോക്കിയിട്ട് നടന്നില്ലെന്ന് ഞാൻ അന്നേരം മനസ്സിലാക്കി. കാരണം അതിനുവേണ്ടി ശ്രമിക്കുകയായിരുന്നല്ലോ. പക്ഷെ ഇപ്പോ ഹൈക്കോടതിയിൽ ഏതോ ഒരു ജഡ്ജിയെ ചാക്കിട്ടിട്ടുണ്ടെന്നാണ് മാണിയുടെ പ്രസംഗത്തിൽ നിന്ന് ഞാനന്ന് എനിക്ക് ഊഹിച്ചത്. പക്ഷെ എനിക്കറിയാം, കേരള ഹൈക്കോടതിയിൽ മാണിയുടെ കാശ് വാങ്ങി മാണിയുടെ ഓളത്തരത്തിൽ കൂട്ടുനിൽക്കുന്ന ജഡ്ജിമാർ അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരള ഹൈക്കോടതിയിൽ മാണി പറഞ്ഞ ജഡ്ജിമാർ വന്നിട്ടുണ്ട്. ആ ജഡ്ജിയെ പറ്റിയാണ് ഇവിടെ സുപ്രീം കോടതിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ വക്കീല് പറഞ്ഞത്, ജഡ്ജിമെന്റ് എഴുതാത്ത ജഡ്ജിമാരുണ്ടായി, അതുകൊണ്ടാണ് കൊളീജിയത്തിനെതിരെ നിയമം ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? അതൊക്കെ എല്ലാവർക്കും സുപ്രീം കോടതി വരെ ചെന്നു. ആ ജഡ്ജി ഇതുവരെയും ഒരു ജഡ്ജിമെന്റ് എഴുതിയിട്ടില്ല. അതുകൂടെ നാണം കെട്ട ജഡ്ജിമാരാണ് മാണി ഉണ്ടാക്കിയത്. പക്ഷെ പറയുമ്പോൾ സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒക്കെ പറഞ്ഞ് കച്ചവടം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മാണിക്ക്. അങ്ങനെ മാണി കുറെ കച്ചവടം ചെയ്തിട്ടുണ്ട്. ഞാനിത് പറയുമ്പോ നേരെ ജഡ്ജിയുടെ പേര് പറഞ്ഞ് ജുഡീഷ്യറിക്ക് അപമാനം വരുത്താൻ ഞാനില്ല. ഇവിടെ കേരള ഹൈക്കോടതിയിൽ മാണിയുടെ ജഡ്ജി ഇരിക്കുമ്പോ എല്ലാ യോഗത്തിലും മാണിക്ക് വേണ്ടി പ്രസംഗിക്കുകയാണ് അയാളുടെ ജോലി. പക്ഷേ ചീഫ് ജസ്റ്റിസ് ഇയാളുടെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ഉള്ള ഫയലെല്ലാം എടുത്ത് ജഡ്ജ്മെന്റ് എഴുതി തീർത്ത ചരിത്രമൊക്കെ കേരള ഹൈക്കോടതിയിലുണ്ട്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് അറിയാം. ഞാൻ ഇപ്പൊ കൂട്ടിക്കൽ എംകോ മണ്ണന്റെ മകന്റെ നിര്യാണം അപകട മരണത്തിൽ അവിടെ പോയി ദുഃഖം രേഖപ്പെടുത്തുമ്പോ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ആയിരുന്ന ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ ഒരു ഹൈക്കോടതി ജഡ്ജി വന്നു. എന്നെ കണ്ട കൈ തന്നു, അങ്ങ് പോയി. ഞാൻ അത്ഭുതത്തോടുകൂടെയുള്ള മനുഷ്യൻ പോയി നോക്കി. ഇപ്പോഴും പുള്ളി എടുത്തോടും മിണ്ടുകല. എന്താന്ന് ചോദിച്ചാൽ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം, ഒരു മനുഷ്യൻ ബന്ധുക്കളോട് പോലും മിണ്ടില്ല. എന്റെ വീട്ടിൽ അദ്ദേഹം വന്നിട്ടുണ്ട്, ഞാൻ വന്നൊന്ന് മിണ്ടണ്ടെന്ന് പറഞ്ഞു. അത്ര സ്നേഹം എന്നോട്, പക്ഷെ എന്നോടും മിണ്ടുകല. അതായത് എന്താന്ന് ചോദിച്ചാൽ ജഡ്ജ്മെന്റ് എത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കണം. ആ ജഡ്ജി നല്ല ഇസ്ലാം മതവിശ്വാസിക്ക് തന്നെ അഭിമാനമാണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. അദ്ദേഹം ഒക്കെ നടത്തിയ ജഡ്ജ്മെന്റ് ഇന്ന് വരെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ മാന്യന്മാരായ ജഡ്ജിമാരുള്ള സ്ഥലമാണ് കേരള ഹൈക്കോടതി. അതോടൊപ്പം മാണിയുടെ പിണിയാളായി നടന്ന ജഡ്ജിമാരായ കുറെ ആളുകളും ഉണ്ട്. പക്ഷെ അവരെയൊക്കെ കേരളത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മാനാഭിമാനമുള്ള ജഡ്ജിമാർ ഉള്ള കേരള ഹൈക്കോടതിയിൽ നിന്ന് ഈ കൈക്കൂലിക്കാരൻ പിടിച്ചു പറിക്കാൻ അനുകൂലമായി ഒരു കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല. വളരെ നന്ദി ശ്രീ പി സി ജോർജ് അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. നമ്മൾ ചർച്ച തുടരുന്നതാണ്. നമ്മൾക്കൊപ്പം അഡ്വക്കേറ്റ് JR പത്മകുമാർ തുടരുന്നുണ്ട്. കേസിൽ ഇപ്പോൾ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ്. രാവിലെ AG-യിൽ നിന്നും സർക്കാരിന് ഉമ്മൻചാണ്ടിക്ക് നേരിട്ട് ലഭിച്ച നിയമോപദേശം അങ്ങനെ തന്നെയാണ്. അവിടെയും മാണിക്ക് ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അവിടെയും കോടതിയെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് നടത്തിയെന്നതിന് സൂചന എന്ന് വേണം കരുതാനെന്ന് ശ്രീ പി സി ജോർജ് പറയുന്നു. എന്നാൽ തന്നെയും അതിനെ മറികടന്നുകൊണ്ടൊരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുമെന്നൊരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുന്നു.